إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, അവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ, അവന്റെ കൽപ്പനാ വിരോധനങ്ങളെല്ലാം ജീവിതത്തിൽ യഥോചിതം പാലിച്ച് മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിന്റെ യഥാർത്ഥ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ആദ്യന്തം നമുക്കേവർക്കും വലിയ മാതൃകയാണ്. ഏതൊരു നിമിഷം എടുത്തു നോക്കിയാലും നമ്മൾ അപ്പടി ഒപ്പിയെടുക്കേണ്ട മഹത്തായ ജീവിതം. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുന്നുണ്ട്. കൂടെ റസൂലും ആ യാത്ര മുആദിനൊപ്പം ചേരുകയാണ്. ഈ യാത്ര പോകുന്നത് ഒരു വാഹനത്തിന്റെ പുറത്താണ്. ഒരു മൃഗത്തിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യുകയാണ്. ആ വാഹന പുറത്തുള്ളത് മുആദ് റളിയല്ലാഹു അൻഹുവും ആ വാഹനത്തോടൊപ്പം നടക്കുന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത്തരത്തിലുള്ള നിരന്തരം വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ റസൂലിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. എന്നാൽ അതേ ഭരണാധികാരി ആ രാജ്യത്തിന്റെ ഒരു വലിയ കൊട്ടാരത്തിലോ മറ്റോ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു ഭരണാധികാരി, പലപ്പോഴും സഹാബിമാർ പലപ്പോഴും പറയാറുണ്ട്, ഒരു അന്യദേശത്തു നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന ഒരു സദസ്സിലുണ്ട് എന്ന വാർത്ത കേട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ നിന്ന് റസൂലിനെ കണ്ടെത്താൻ അവർ വല്ലാതെ പെടാപ്പാട് വിടുമായിരുന്നു. അത്രമേൽ ഞങ്ങളുമായി ഇഴചേർന്ന ജീവിതം ജീവിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു റസൂലിനുണ്ടായിരുന്നത് എന്ന് സ്വഹാബിമാർ പറയാറുണ്ട്. യാതൊരു നിലയ്ക്കും അഹങ്കാരത്തിന്റെയോ താൻ എന്നൊരു ഭാവത്തിന്റെയോ ഒരു വിഷയവും തൊട്ടു തീണ്ടാത്ത തീർത്തും മാതൃകായോഗ്യമായ പെരുമാറ്റമായിരുന്നു റസൂലിനുണ്ടായിരുന്നത്. അത് തന്നെയായിരുന്നു
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിലും നാം കണ്ടുവന്നിരുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, മറ്റു ഭരണാധികാരികളായി വന്നിരുന്ന ഖലീഫമാരായ എല്ലാവരും അവർ കിടന്നുറങ്ങിയിരുന്നത് പള്ളികളിലായിരുന്നു. അവർ ജനങ്ങൾക്കൊപ്പം വിറകുവെട്ടാനും അത് ചുമക്കാനും അവർ കൂടെയുണ്ടായിരുന്നു. പാവപ്പെട്ട വൃദ്ധയായ ഒരു സ്ത്രീയായിരുന്നു എങ്കിൽ അവർക്ക് അവരുടെ വീട്ടിൽ ഭക്ഷണം വയ്ക്കാനും വിളമ്പാനും അവരുടെ വീട് വൃത്തിയാക്കാനും വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുവാനും അവരുടെ മലമൂത്ര വിസർജനം വരെ വൃത്തിയാക്കുവാനും ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ അവർ അത്രമേൽ ജനങ്ങളുമായി ആരും ആരെക്കാളും ഉയർന്നവരുമല്ല, ആരും ആരെക്കാളും താഴ്ന്നവരുമല്ല എന്ന കൃത്യമായ വിശ്വാസം പേറി നടന്ന ആളുകളായിരുന്നു. ആ ബോധ്യം അവരുടെ ഹൃദയത്തിനകത്തേക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ജീവിക്കാൻ സാധിച്ചിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെപ്പറ്റി ചോദിച്ചപ്പോൾ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാന ഖുൽഖുഹു ഖുർആൻ. റസൂലിന്റെ ജീവിതം എന്നത് ഖുർആനായിരുന്നു. തീർത്തും ഖുർആൻ എന്താണോ പറഞ്ഞത് അത് അതുപോലെയായിരുന്നു റസൂലിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. എന്നാൽ നമ്മളിലേക്കൊന്ന് വന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ റസൂലിനെ കണ്ടു ജീവിക്കണമെന്നും റസൂലിന്റെ മാതൃക പിന്തുടരണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മുടെ ജീവിതവും റസൂലിന്റെ ജീവിതവും അല്ലെങ്കിൽ ഈ ഖുർആനും എവിടെ നിൽക്കുന്നു എന്ന ചോദ്യം നമ്മൾ സ്വയം ചോദിച്ചു നോക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, മറ്റൊരാളുമായി നാം സംസാരിക്കുമ്പോഴുള്ള നമ്മെ പറ്റിയുള്ള ഒരു ധാരണ, ഇതെല്ലാം ഒരു ചെറിയൊരു സംഭാഷണം കഴിയുമ്പോഴേക്കും എന്തായിരിക്കും അവിടെ ഉണ്ടാവുക എന്ന കാര്യം നാം സ്വയം ചോദിച്ചു നോക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ അടിയാറുകളുടെ ഏറ്റവും ഉത്തമമായ ഒരു ഗുണമായി ഒന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞ കാര്യം വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർള്. അവർ ഭൂമിയിലൂടെ നടക്കുന്ന ആളുകളാണ്. എങ്ങനെ? ഹൗന, വിനയത്തോടുകൂടി, അഹങ്കാരത്തിന്റെ യാതൊരു ലക്ഷണവുമില്ലാതെ വിനയത്തോടെ നടക്കുന്ന ആളുകളാണ്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. ഇനി എങ്ങാനും അവിവേകികളായ ആരെങ്കിലും അവരുടെ അടുക്കൽ എന്തെങ്കിലും മോശമായി സംസാരിക്കാൻ വന്നാലോ ഖാലൂ സലാമ, അവർ സമാധാനത്തോടുകൂടി പരസ്പരം സംസാരിക്കുന്ന, അങ്ങനെ ഇടപഴകുന്ന ആളുകളായി അവർക്ക് മാറാൻ സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ നമ്മുടെ ജീവിതവും പരമാവധി പ്രവാചകന്റെയും സ്വഹാബിമാരുടെയും ഒക്കെ ജീവിതവുമായി ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇത്തരം ചില മൂല്യങ്ങൾ നമ്മൾ എവിടെയാണ് കൊണ്ടുവരുന്നതെന്ന ചോദ്യം നമ്മൾ സ്വയം ചോദിച്ചു നോക്കേണ്ടതുണ്ട്. നമ്മൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത രണ്ട് സ്വഭാവ ദൂഷ്യങ്ങളാണ് യഥാർത്ഥത്തിൽ അൽ കിബ്റു വൽ ഉജ്ബ്. അഹങ്കാരവും താൻ പോരിമയും ഒരിക്കലും ഒരു വിശ്വാസിയിൽ ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ്. രണ്ട് തരത്തിലുള്ള അഹങ്കാരമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന് ദീനിലുള്ള അഹങ്കാരമാണ്, ഈ മതത്തിലുള്ള അഹങ്കാരം. രണ്ട് ജനങ്ങളോടുള്ള അഹങ്കാരമാണ്. മതപരമായി നമുക്ക് ചില ചിട്ടാവട്ടങ്ങളുണ്ട്, നമുക്ക് ചില കൽപ്പനകളുണ്ട്, നമുക്ക് ചില ആജ്ഞകളും വിരോധനങ്ങളുമുണ്ട്. ഇതൊക്കെ പാലിക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ബാധ്യസ്ഥനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എവിടെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ഹറാമും മറ്റു ചില കാര്യങ്ങൾ ഹലാലുമാക്കിയത്, അതിനിടയിലുള്ള വര എവിടെയാണോ വരച്ചത് അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അത് സത്യമാണെന്ന് അറിഞ്ഞിട്ടും അതിനെതിരെ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ഹവയുടെ തീരുമാനപ്രകാരം അതിൽ വ്യതിചലിച്ചു പോവുക എന്നത് ഒരു തരത്തിലുള്ള അഹങ്കാരമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. ചില ആഘോഷങ്ങൾ ഇന്ന് എന്തും ഏതും ആഘോഷിക്കാൻ, പ്രത്യേകിച്ച് ഒരു 2 മാസക്കാലം അവധിക്കാലമൊക്കെ കിട്ടിയാൽ പലപ്പോഴും കുട്ടികൾ തന്നെ ആഘോഷിച്ചു തുടങ്ങും. ആ ആഘോഷങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ കലണ്ടറിൽ ഒരു ചുവപ്പ് നിറമാണെങ്കിൽ അത് എന്തും ഏതും എങ്ങനെയും ആഘോഷിക്കാനുള്ള ഒരു ലൈസൻസായി കാണുന്ന അവസ്ഥ പലപ്പോഴും പുതിയൊരു തലമുറയിൽ പ്രത്യേകിച്ചും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഏത് സന്തോഷമാവട്ടെ, ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാവട്ടെ, അവിടെയെല്ലാം ചില അതിർവരമ്പുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെവിടെയാണെന്ന് കണ്ടറിഞ്ഞ് അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. അവിടെ യഥാർത്ഥത്തിൽ ദീനിനോട് അഹങ്കാരം കാണിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജനങ്ങളോട്, തന്റെ കൂടെയുള്ളവരോട്, തന്റെ കൂടെ സഹവസിക്കുന്നവരോട്, തന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട്, ഒന്നും വേണ്ട സ്വന്തം വീട്ടിൽ ഭാര്യയോട് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് തിരിച്ചുമൊക്കെ അങ്ങനെ അഹങ്കാരത്തോടുകൂടി പെരുമാറുന്ന, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന ഒജിബ് പേറുന്ന ആളുകളുടെ കൂട്ടത്തിലും നമ്മൾ ഉണ്ടാവാൻ പാടില്ല. നാം എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിലെ 32 മുതൽ 44 വരെയുള്ള വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചരിത്രം നമുക്ക് വിവരിച്ചിരുന്നുണ്ട്. 2 വ്യക്തികൾ, അതിൽ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. ആ അനുഗ്രഹങ്ങൾ ഒരു വലിയ തോട്ടത്തിന്റെ, 2 വലിയ തോട്ടങ്ങളുടെ രൂപത്തിലാണ്. ആ തോട്ടത്തിന്റെ ഒത്ത നടുവിലായിക്കൊണ്ട്, മധ്യഭാഗത്തായിക്കൊണ്ട് പലതരം മുന്തിരികളാണ് അവിടെ ആ തോട്ടത്തിൽ കാണാൻ സാധിക്കുക. അതിന് ചുറ്റും ഒരുപാട് ഈന്തപ്പനകൾ, അതിനിടയിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ ഫലവൃക്ഷങ്ങൾ,
അതെല്ലാം നനയ്ക്കാനും വിളവെടുപ്പെടുക്കാനും ആവശ്യമായ നദികളും ഒഴുകുന്ന അത്രമേൽ അനുഗ്രഹപൂർണമായ 2 തോട്ടങ്ങൾ, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത തോട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണ്. വകാന ലഹു സമർ, യഥേഷ്ടം വരുമാനം ലഭിക്കുന്ന, വലം തദ്ലിം മിൻഹു ഷൈഅ, അതിൽ ഒരു കൃഷിയുടേതായ യാതൊരു ബലഹീനതയും ഒരു കോട്ടവും ഇല്ലാത്ത രൂപത്തിൽ സുന്ദരമായ ഒരു തോട്ടം. ആ തോട്ടം നൽകിയ വ്യക്തി അത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടായിട്ട് പോലും തനിക്കുണ്ടാവുന്ന അഹങ്കാരം നിമിത്തം ഇത് ഞാൻ എന്തോ വലിയ സംഭവമായിക്കൊണ്ട് നേടിയെടുത്തതാണെന്ന് തോന്നൽ കാരണം ആ വ്യക്തി അതിൽ അഹങ്കരിക്കുകയാണ്. ആ അഹങ്കാരം അദ്ദേഹത്തെ കൊണ്ടെത്തിച്ച ഒരു പരിണിതി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അന അക്സറു മിൻക മാലൻ വഅസ്സു നഫറ. അദ്ദേഹം തന്റെ കൂടെയുള്ള മറ്റേ തോട്ടം കിട്ടാത്ത സുഹൃത്തിനോട് പറയാണ്, അന അക്സറു മിൻക മാലൻ, ഞാൻ നിന്നെക്കാൾ സമ്പത്തിൽ അധികം കിട്ടിയവനാണ്, സംഘബലത്തിൽ നിന്നെക്കാൾ അധികം കിട്ടിയ ആളാണ് ഞാൻ എന്ന് പറഞ്ഞ് അഹങ്കരിക്കുകയാണ്. വദഖല ജന്നതഹു വഹുവ ളാലിമു ലിനഫ്സി. അവനവന്റെ തോട്ടത്തിൽ അഹങ്കാരത്തോടുകൂടി സ്വന്തത്തോട് അതിക്രമം ചെയ്തുകൊണ്ട് അവനവന്റെ തോട്ടത്തിൽ പ്രവേശിക്കുകയാണ്. വഖാല, ശേഷം അവൻ പറയുന്നു, മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദ. ഈ തോട്ടത്തിൽ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ, ഒരു കാലത്തും നഷ്ടം സംഭവിക്കാത്ത ഈ അനുഗ്രഹങ്ങൾ, ഇതൊരിക്കലും എനിക്ക് യാതൊരു കുറവും വരുത്തുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം ഉറച്ചു പറയുകയാണ്. അത്രമേൽ അഹങ്കാരം അദ്ദേഹത്തെ പിടികൂടി. അവിടെ നിന്നില്ല. ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, വമാ അളുന്നു അസ്സാഅത ഖായിമതൻ. തീർച്ചയായും അന്ത്യനാൾ, അവസാനം ഒരു നാളുണ്ടെന്ന് നീ പറഞ്ഞല്ലോ, അന്ത്യനാൾ എന്നൊരു സംഗതി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പോലുമില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെയും അള്ളാഹുവിന്റെ ചിട്ടാവട്ടങ്ങളെയും എല്ലാം നിഷേധിക്കുന്ന കുഫറിലേക്ക് അദ്ദേഹം എത്തിയെന്ന് ഖുർആനിൽ കാണാൻ സാധിക്കും. അഹങ്കാരം ഒരു വ്യക്തിയെ എത്തിക്കുക നമ്മൾ പോലും ചിന്തിക്കുന്നതിനപ്പുറമുള്ള കുഫറിലേക്കും ശിർക്കിലേക്കും ഒക്കെ ആയിരിക്കും. അള്ളാഹു നമുക്ക് നൽകിയ ഏതെല്ലാം ചെറിയ ചെറിയ അനുഗ്രഹങ്ങളാവട്ടെ, ഇന്ന് ഈ ഒരു പള്ളിയിൽ നമുക്ക് മുട്ടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ പോലും മുട്ടൊക്കെ ഒന്ന് മടക്കി പള്ളിയിൽ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇരിക്കുന്ന കസാരയിൽ ഇരിക്കുന്ന ആളുകൾക്ക് വരെ പള്ളിയിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലും കഴിയാത്ത എത്ര എത്ര ആളുകളുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓരോന്നും നമ്മൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ വഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തഹ്സുഹാ, നിങ്ങൾക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞ അത്തരത്തിൽ വലിയ അനുഗ്രഹപൂർണമായ ജീവിതം നയിക്കുന്ന നമ്മൾ ഈ അനുഗ്രഹങ്ങളൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും അള്ളാഹ്ക്ക് തിരിച്ചെടുക്കാലോ. അള്ളാഹു തിരിച്ചെടുക്കണം, ഒന്ന് പിടിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഉള്ളതിൽ നന്ദി കാണിക്കാൻ സാധിക്കുന്ന ആളുകളിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കേണ്ടതുണ്ട്. അതല്ലാതെ അഹങ്കാരത്തിന്റെ ചെറിയൊരു അംശം സംഭവിച്ചാൽ, പ്രിയപ്പെട്ടവർ, ഇത് ഇസ്ലാമിക സമൂഹത്തിനുണ്ടായ ഒരു അപജയമാണ്. പലപ്പോഴും ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ഹുനൈൻ യുദ്ധത്തിന്റെ സമയത്ത് മുസ്ലിം സമുദായം എണ്ണത്തിലും വണ്ണത്തിലൊക്കെ കുറച്ച് നല്ല സംഘടിതരായി മാറിയ ഒരു യുദ്ധമായിരുന്നു ഹുനൈൻ. ഗനീമത്തിന്റെ കുറെ സ്വത്തുകൾ അവർക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു അഹങ്കാരം അവർക്ക് സംഭവിച്ചപ്പോൾ, ഇതൊക്കെ ഞങ്ങൾക്ക് സുഖമായി ജയിക്കാമെന്ന ചിന്ത വന്നപ്പോൾ അള്ളാഹു ഒന്നുകൂടെ പിടിക്കുകയാണ്. ആ യുദ്ധത്തിൽ അവർക്ക് തിരിഞ്ഞോടേണ്ടി വന്നു. ശേഷം അള്ളാഹു അവർ വിജയിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമുക്കുണ്ടാവുന്ന ചെറിയ തരം ചിന്തകൾക്ക് വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചരിത്രത്തിലുടനീളം നമുക്കറിയാം, ഖാറൂന്റെ കാലം, ഖാറൂന്റെ ചരിത്രം ഖുർആനിൽ വിശദമായി പറയുന്നുണ്ട്. ഖാറൂന്റെ പതനത്തിനുള്ള കാരണം എന്തായിരുന്നു? ആരായിരുന്നു ഖാറൂൻ? അത്രമേ വലിയ സമ്പത്തിന്റെ ഉടമ. തന്റെ സമ്പത്തിന്റെ ഖജനാവിന്റെ താക്കോലുകൾ, ആ മിഫ്താഹുകളെല്ലാം അത് വലിക്കാനായി വലിയ ചങ്ങലകൾ വേണ്ടി വന്നിരുന്നു. അത് വലിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശിങ്കിടികളെ, കിങ്കരന്മാരെ പോലും മതിയാവാതെ, തന്റെ സമ്പത്തിന്റെ താക്കോലുകൾ വലിക്കുന്ന ആളുകളെ പോലും മതിയാവാത്ത അവസ്ഥയുണ്ടായിരുന്ന അത്രമേൽ സമ്പത്ത് അള്ളാഹു നൽകിയ ഒരു വ്യക്തി പിന്നീട് അതിൽ അതിക്രമം കാണിച്ച്, അതിൽ അഹങ്കരിച്ച് പിന്നീട് അദ്ദേഹത്തിന്റെ പതനത്തെ വരെ ഖുർആനിൽ പറയുന്നുണ്ട്. ഫിർഔന്റെ ചരിത്രം നമുക്കറിയാം. ഇനി നമ്മൾ ഫിർഔനിലേക്കും ഖാറൂനിലേക്കും ഒന്നും പോണ്ട, നമ്മളിലേക്ക് പോലും, ഒരുപക്ഷെ നമ്മുടെയൊക്കെ മക്കളിലേക്ക് പോലും അത്തരം ചിന്തകൾ കടന്നു വരുന്നുണ്ട്. കുട്ടികൾ പലപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കുന്ന ചില വാചകങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ബോഡി ഷേമിങ്. ഒരാൾ ഇത്തിരി കറുത്തിട്ടാണെങ്കിൽ ആ കറുത്തവനെ വിളിക്കുന്ന പേരിന്, അത് പലപ്പോഴും പല കുട്ടികളും പല പേരുകളാണ്, പല മൃഗങ്ങളിലേക്കും മറ്റൊക്കെ ചേർത്ത് പറയുന്ന, അല്ലെങ്കിൽ ഒരാൾ മെലിഞ്ഞിട്ടാണെങ്കിൽ, ഇത്തിരി തടിച്ചിട്ടാണെങ്കിൽ അതിനൊക്കെ പല രൂപത്തിൽ അതിനെ കളിയാക്കുന്ന ഒരവസ്ഥ പലപ്പോഴും കുട്ടികളിൽ, ചെറിയ മക്കളിൽ പോലും കണ്ടുവരുന്നുണ്ട്. ഇത് അഹങ്കാരത്തിന് ചെറിയൊരു ലക്ഷണമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളല്ലേ തിരുത്തേണ്ടത്? ചെറിയ മക്കൾ മുതൽ ഇന്റർനാഷണൽ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിൽ വരെ വംശത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ പേരിൽ പരസ്പരം കളിയാക്കുന്ന അവസ്ഥകൾ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ അമേരിക്കയിലെ മിന്നസോട്ടയിലെ അവിടെ ഒരു തെരുവിൽ കിടന്ന് ജോർജ് ഫ്ലോയിഡ് എന്ന പേരുള്ള ഒരു കറുത്ത വർഗ്ഗക്കാരൻ ഒരു വെളുത്ത വർഗ്ഗക്കാരനായ പോലീസുകാരന്റെ ബൂട്ടിനടിയിൽ കിടന്ന് ഐ കാണ്ട് ബ്രീത്ത്, എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് മരണപ്പെട്ട അവസ്ഥ നമ്മൾ കണ്ടത് കറുത്ത വർഗ്ഗക്കാരനായി എന്നതിന്റെ പേരിൽ മാത്രം. അമേരിക്കയിലൊക്കെ കറുത്ത വർഗ്ഗത്തിൽപ്പെട്ട ആളുകൾ അവർ ഒരുപാടധികം ആക്സിഡന്റുകൾ പെട്ടുപോവുകയാണ്. കണക്കുകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് അവരെ കൊല്ലാൻ വേണ്ടി വെളുത്ത വർഗ്ഗക്കാരായ ആളുകൾ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് നീങ്ങുന്നതാണ്. അത്രമേൽ വംശീയമായും ഒക്കെ വലിയ അധിക്ഷേപങ്ങൾ നടക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ എന്താ പറയാനുള്ളത്? നമുക്കറിയാം, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം കറുകറുത്ത ബിലാലാണെന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്.
ആ കറുകറുത്ത ബിലാലിനെ സ്വന്തം തോളിൽ കയറിക്കൊണ്ട് ബാങ്ക് വിളിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദിന്റെ 2 കാലുകളും 2 രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കാല് കുറച്ച് തടിച്ചിട്ടാണെങ്കിൽ മറ്റൊരു കാല് കുറച്ച് മെലിഞ്ഞിട്ടാണ്. ഈ ഒരു തന്റെ ന്യൂനത അദ്ദേഹം പുറത്തു കാണിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. എപ്പോഴും തുണി വെച്ച് മറച്ചു നടന്നു അദ്ദേഹം. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അറാഖിന്റെ കൊള്ളി എടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. ഒരു മരത്തിന്റെ മുകളിൽ ഇങ്ങനെ കയറണം. ആ മരത്തിന്റെ മുകളിൽ കയറിയപ്പോ ഒരു കാറ്റടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തുണി കുറച്ചൊന്നിങ്ങനെ മാറുകയാണ്. തന്റെ 2 കാലുകളും കൂടെ ചുറ്റും നിന്ന സ്വഹാബിമാർ കാണുകയാണ്. ഇത് കണ്ടപ്പോ സ്വഹാബിമാർക്ക് സ്വാഭാവികമായും ഒരു പരിഹാസ ചിരി വരികയാണ്. അവരൊന്ന് ചിരിച്ചു, ഒരു കളിയാക്കി ചിരി അവർ ചിരിച്ചു. ഇത് അദ്ദേഹത്തിന് വലിയ പ്രയാസമുണ്ടാക്കി. ഇത് കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഗൗരവകരമായി പറഞ്ഞ ചില വാക്കുകളുണ്ട്. നാളെ മരണശേഷം പരലോകത്ത് ഇബ്നു മസ്ഊദിന്റെ 2 കാലുകളുണ്ടല്ലോ, ആ 2 കാലുകളും ഉഹുദ് മലയേക്കാൾ ഭാരമുള്ളതായി മാറുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അത്രമേൽ സമത്വത്തിന്റെ, ആരും ആരെക്കാൾ മോശമല്ല, ആരും ആരെക്കാളും നല്ലവനുമല്ല. ഏതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ? അവരുടെ തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ എന്ന കാര്യം പഠിപ്പിക്കപ്പെട്ട, അത് ജീവിതം കൊണ്ട് പ്രാവർത്തികമായി കാണിക്കപ്പെട്ട മതമായിരുന്നു ഇസ്ലാം. പ്രിയപ്പെട്ടവർ, നമ്മളിലേക്ക് വരികയാണെങ്കിൽ പുരുഷന്മാർക്ക് ഒരു ചിന്ത ഉണ്ടാവും പലപ്പോഴും. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. ഞാൻ വീട്ടിലൊരു കാര്യം, ഭാര്യ ഒരു സഹായം ആവശ്യപ്പെട്ടാൽ ആ സഹായം ഒന്നുകൂടി ചെയ്തു കൊടുക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം എടുത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന് വെക്കുന്നതോ, അല്ലെങ്കിൽ എടുത്ത് തിരിച്ചു കൊണ്ടുപോയി വെക്കുന്നതോ, പാത്രം ഒന്ന് കഴുകുന്നതോ, ഇതൊക്കെ എന്തോ വലിയ സംഭവമായിക്കൊണ്ട് ഞാനിതൊന്നും ചെയ്യേണ്ട ആളല്ല, ഇതൊക്കെ ചില ജെൻഡർ റോളുകൾ ഉണ്ടല്ലോ, അതൊക്കെ സ്ത്രീകൾ ചെയ്യേണ്ട കാര്യമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രകൃതം പലപ്പോഴും കാണാൻ കഴിയും. അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും എല്ലാം ചെയ്യാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നമുക്ക് വലിയ മാതൃകയാണ്. തന്റെ എല്ലാ പത്നിമാരെയും ഒരുപോലെ കാണാനും അവർക്കിടയിൽ തുല്യമായ ബന്ധം സ്വീകരിക്കാനും അവരോടൊപ്പം അടുക്കളയിലും ഒന്നിച്ചും എല്ലാം കൃത്യമായ ബന്ധം സ്വീകരിക്കാനും റസൂലിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും അതിന് സാധിക്കണം. നമ്മളൊന്നൊരു പാത്രം കഴുകി വെക്കുമ്പോഴേക്കും നമ്മൾ ജെൻഡർ അങ്ങോട്ട് മാറാനൊന്നും പോണില്ല. ആ ഒരു ചിന്ത നമുക്ക് ആർക്കും ഉണ്ടാവേണ്ടതില്ല. അഹങ്കാരത്തിന്റെ ഒരു അംശം പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അഹങ്കരിച്ചു കഴിഞ്ഞാൽ, ചെറിയ രൂപത്തിലാണെങ്കിലും അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബർ, ഒരു ചെറിയൊരു അണുമണി തൂക്കം അഹങ്കാരം വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് കേട്ടപ്പോൾ സ്വഹാബിമാർ ചോദിക്കുന്നുണ്ട്, അലൈഹി റസൂലേ, ഖാല റജുൽ, അവർ പറയാണ്, ഇന്ന റജുല യുഹിബ്ബു അയ്യകൂന സൗബുഹു ഹസന വനഅലുഹു ഹസന. പ്രവാചകരെ, ഞങ്ങളുടെ ഒരാൾ എങ്ങാനും തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ വസ്ത്രവും ഞങ്ങളുടെ ചെരിപ്പുമൊക്കെ നല്ലതാക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതും ഈ അഹങ്കാരത്തിൽ പെടുവോ റസൂലേ എന്ന് ചോദിച്ചപ്പോ അള്ളാഹു റസൂൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ലാ ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഭംഗിയുള്ളവനാണ്. അല്ലാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഭംഗിയല്ല അഹങ്കാരം, രണ്ടും രണ്ടാണ്. നിങ്ങൾക്ക് ഭംഗിയായി നടക്കാം, വൃത്തിയായി നടക്കാം, ഒരു തെറ്റുമില്ല. ഏറ്റവും നല്ല വസ്ത്രമണിയാം, ബ്രാൻഡഡായ വസ്ത്രമണിയാം, ഒന്നും പ്രശ്നമല്ല. പക്ഷേ അതിൽ നിങ്ങൾ അഹങ്കരിക്കുകയാണെങ്കിൽ, ഇതൊക്കെ എനിക്ക് കിട്ടിയത് എന്റെ കഴിവ് കൊണ്ടാണ് എന്ന തോന്നൽ വന്നാൽ അവിടെ നിങ്ങൾക്ക് പിഴവ് സംഭവിക്കും. അൽ കിബ്റു ബത്റുൽ ഹഖ് വഗംതുൻ നാസ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അഹങ്കാരം എന്നാൽ ബത്റുൽ ഹഖ്, ന്യായമായ കാര്യങ്ങളെ മൂടിവെക്കലാണ് അഹങ്കാരം. വഗംതുൻ നാസ്, ജനങ്ങളോട് പുച്ഛം കാണിക്കലുമാണ് അഹങ്കാരം. സത്യമാണെന്ന് ഉറപ്പുള്ളൊരു കാര്യം, അത് ഉറപ്പാണ്, സത്യമാണ്, എന്നാൽ പോലും തന്റെ ഇംഗിതങ്ങൾക്ക്, തന്റെ ആഗ്രഹങ്ങൾക്ക് അത് എതിരാണെന്ന് കണ്ടാലും അതിനെ നിരാകരിക്കുന്ന ഒരവസ്ഥ. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു പ്രകൃതം, ഇത് നമുക്ക് ചേർന്നതല്ല. വഗംതുൻ നാസ്, ജനങ്ങളോടൊക്കെ തന്നെക്കാൾ താഴെയുള്ള, ജോലിയിലോ സമ്പത്തിലോ ഒക്കെ തന്നെക്കാൾ കുറവുള്ള ആളുകളെ കണ്ടാൽ പുച്ഛിക്കുന്നൊരവസ്ഥ, ഇത് നമുക്ക് ചേർന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്, അൽ ഹലാക ഫീ ഷൈഇൻ, 2 കാര്യങ്ങളുള്ള ആളുകൾക്ക് നാശമാണ്. ഏതൊക്കെയാണ് 2 കാര്യങ്ങൾ? അൽ ഉജുബു വൽ ഖുനൂത്. ഉജുബ് എന്നാൽ താൻ പോരിമയാണ്. ഞാൻ വലിയ സംഭവമാണെന്ന് തോന്നല്. ഒരു വ്യക്തിക്ക് തോന്നുകയാണ്, എന്റെ പ്രസംഗം, എന്റെ പാട്ട്, എന്റെ സംസാരം, എന്റെ ഇടപെടലുകൾ, ഞാൻ അവരോടുള്ള സമീപനങ്ങൾ, ഇതൊക്കെ എത്ര മനോഹരമാണ്, ഞാൻ വലിയ സംഭവം തന്നെ എന്നൊരു ഫീലിംഗ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് അവന്റെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വൽ ഖനൂത് എന്നാൽ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ വളരെ മോശപ്പെട്ടവനാണെന്ന് ചിന്തിക്കുകയും ഒരു മോശപ്പെട്ട കാര്യമാണ്. ഇത് രണ്ടും നമുക്ക് ചേർന്നതല്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അത് ഏത് മേഖലയിലാണെങ്കിലും, ദീനിന്റെ കാര്യത്തിലാണെങ്കിലും എന്റെ ഇബാദത്തുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അത് ചെയ്യാനും അതിലൊരു അഹങ്കാരവും ഇല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചില ആളുകൾക്കെങ്കിലും ഈ ഒരു പ്രശ്നം അവരെ വേട്ടയാടാറുണ്ട്. ഞാനൊരു സംഭവമാണെന്ന് തോന്നല്. പള്ളിയിലൊക്കെ ഈ പള്ളിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുന്ന ചില ആളുകളൊക്കെ, ഞാനില്ലെങ്കിൽ ഈ പള്ളി നിങ്ങൾ നടന്നു പോകില്ലായിരുന്നു എന്ന് ചിന്തിക്കുക. ഞാനാണ് ഇവിടുത്തെ എല്ലാം നോക്കുന്നത്, ഞാനില്ലെങ്കിൽ എന്റെ ജോലി സ്ഥലത്തെ അവസ്ഥ എന്തായിരിക്കും, എന്റെ കുടുംബത്തിലെ അവസ്ഥ എന്തായിരിക്കും? പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒരു ചിന്തയും നമുക്ക് വേണ്ടതില്ല. ഞാൻ നിങ്ങളൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഇരുന്നിരുന്ന ആ സീറ്റിൽ വേറൊരാൾ കടന്നു വരും. നമ്മളെക്കാൾ മനോഹരമായിട്ട് ആ കർത്തവ്യം അവർ ചെയ്തു പോകും. നമ്മളെക്കാൾ ഏറ്റവും സുന്ദരമായി, കൂടുതൽ ലാഭകരമായി, ഏറ്റവും മനോഹരമായ ആ കാര്യങ്ങൾ ചെയ്യാൻ അവരോടുണ്ടാവും. അള്ളാഹു പകരം ഒരാളെ നിശ്ചയിക്കും.
അതുകൊണ്ട് അത്തരം ഒരു ചിന്തയൊന്നും നമുക്ക് വേണ്ടതില്ല. നമ്മുടെ സമ്പത്തിലോ, നമ്മുടെ സൗന്ദര്യത്തിലോ, നമ്മുടെ വിദ്യാഭ്യാസത്തിലോ, ആരോഗ്യത്തിലോ, വീടിന്റെ കാര്യത്തിലോ, വാഹനത്തിന്റെ കാര്യത്തിലോ, സന്താനങ്ങളുടെ കാര്യത്തിലോ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലോ, നമ്മുടെ സ്ഥാനമോഹങ്ങളുടെ കാര്യത്തിലോ, ഇതിലൊന്നും നമുക്ക് യാതൊരു നിലയ്ക്കുള്ള ഏറ്റക്കുറച്ചിലുകളും മറ്റാരുടെ കാര്യത്തിലും ഇല്ല എന്ന് നമ്മൾ സ്വയം ഉറപ്പിക്കേണ്ടതുണ്ട്. ഇതെല്ലാം അള്ളാഹു ഒരു നിമിഷം പിടിക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് നഷ്ടം സംഭവിക്കുന്ന കാര്യമാണ് എന്ന് തിരിച്ചറിയുക. ഒരു വിശ്വാസിയുടെ യഥാർത്ഥ അടയാളത്തിൽപ്പെട്ടതാണ് അവന്റെ നടത്തത്തിൽ വരെ അവൻ വിനയമുള്ളവനായിരിക്കും. അവൻ ഏറ്റവും താഴ്മയോടുകൂടി നടക്കുന്ന ആളായിരിക്കും. ഇബാദുർ റഹ്മാന്റെ ഒന്നാമത്തെ ഗുണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വിജയത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും അടയാളം എന്നത് അവന് ഇൽമ് കൂടുതലായിരിക്കും. ഒരാൾ വിജയിയാവണമെങ്കിൽ അവന് അറിവ് കൂടുതൽ ഉണ്ടാവും. ആ അറിവ് കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവന് വിനയവും കാരുണ്യവും ഉണ്ടാവും. നിങ്ങളുടെ ചെറിയ മാവുകൾ കണ്ടിട്ടില്ലേ നമ്മള്? ആ മാവിൽ മാങ്ങ എത്രത്തോളം തൂങ്ങി ഖനമുള്ളായി നിൽക്കുന്നുവോ അത്രത്തോളം അതിങ്ങനെ താഴ്ന്നു നിൽക്കും. അപ്പൊ ഉള്ളിൽ ഖനമുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ വിനയം കൂടി വരാനേ അത് കാരണമാവുള്ളൂ. അങ്ങനെയാവണം നമ്മൾ മാറേണ്ടത്. വലാ തംശി ഫിൽ അർളി മറഹ, നീ ഭൂമിയിൽ പിന്നെ അഹങ്കാരിയായി നടക്കരുത്. പരിശുദ്ധ ഖുർആൻ കാണാൻ സാധിക്കും, ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല, നിനക്ക് ഈ ഭൂമിയെ പിളർത്താനൊന്നും സാധിക്കില്ല. ആ പർവ്വതം ഉണ്ടല്ലോ, ആ പർവ്വതത്തിന് നിനക്ക് പിന്നെ ഉയരം കൊണ്ട് കീഴടക്കാൻ നിനക്ക് സാധിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാൻ അലൈഹി സ്വലാം തന്റെ മകനെ ചേർത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞ ചില ഉപദേശങ്ങളുണ്ട്. യാ ബുനയ്യ, അല്ലയോ പൊന്നു മോനെ എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്ന ചില ഉപദേശമുണ്ട്. നീ മനുഷ്യരോട് മുഖം തിരിക്കരുത്, അഹന്ത കാണിക്കുകയും ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അങ്ങനെ ദുരഭിമാനിയായി അഹങ്കരിച്ച് നടക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് തിരിച്ചറിയുന്ന മോനെ എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെയും ചേർത്ത് നിർത്തി ഇത്തരം ഉപദേശങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിനെവിടെ സമയമല്ലേ? ഒരു അവധിക്കാലം 2 മാസം മുഴുവൻ നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ട് നമ്മുടെ കുട്ടിയൊന്ന് ചേർത്ത് നിർത്തി, മോനെ ഇനി 2 മാസക്കാലം വീട്ടിലാണുള്ളത്, മോളെ നമുക്ക് ചേർന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെ എന്തൊക്കെയാണ് ഏറ്റവും നല്ല പ്രൊഡക്റ്റീവായി ക്രിയേറ്റീവായിട്ട് ഈ 2 മാസക്കാലം ചെയ്യാൻ നമുക്ക് സാധിക്കുക, അതൊക്കെ നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കണം. രാവിലെ എന്നും പിന്നെ ഉച്ചയ്ക്ക് 11 മണി വരെ കടന്നുറങ്ങുക, അത് കഴിഞ്ഞ് കുറച്ച് ഭക്ഷണം കഴിക്കുക, പിന്നെ വീട് കളിക്കാൻ പോവുക. ഇങ്ങനൊരു അഴകുടമ്പ രീതി നമുക്ക് 2 മാസം പാടില്ല എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ ചേർത്ത് നിർത്തി പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഒരു ഷെഡ്യൂൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആ ഷെഡ്യൂൾ അനുസരിച്ച് അവർ പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ മാതൃകയായിക്കൊണ്ട് ഉറപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണ് അവരുടെ അവധിക്കാലം നമുക്ക് സാർത്ഥകമാക്കാൻ സാധിക്കുകയുള്ളൂ. അഹങ്കാരം വരുന്ന മറ്റൊരു വിഷയമാണ് വസ്ത്രങ്ങൾ. പ്രത്യേകിച്ചും പുതിയ കാലത്തെ കുട്ടികളൊക്കെ ബാഗി പാന്റുകളും മറ്റൊക്കെ നടക്കുന്ന ഒരു ട്രെൻഡ് കാണാൻ കഴിയും. അതായത് വസ്ത്രത്തിന്റെ കാര്യത്തിൽ പോലും ഇസ്ലാമിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. വസ്ത്രം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഔറത്ത് മറഞ്ഞിരിക്കണം, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഔറത്ത് മറഞ്ഞിരിക്കണം. മറയാത്തൊരു വസ്ത്രം അത് ഹറാമാണ്. ഔറത്ത് എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുട്ടിനും പൊക്കിളിനും ഇടയിലുള്ള ഭാഗം. അവന്റെ പാന്റ് ആണെങ്കിൽ അത് താഴെ നിര്യാണിക്ക് താഴെ ഇറങ്ങുന്നത് ഹറാമായിക്കൊണ്ട്, പാടില്ലാത്ത കാര്യമായിക്കൊണ്ട്, അഹങ്കാരത്തിന് ലക്ഷണമായിക്കൊണ്ട് പഠിപ്പിച്ച ഒരു വസ്ത്രധാരണമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ യൂണിഫോം ഡ്രസ് കോഡൊന്നുമല്ല ഇസ്ലാമിലുള്ളത്. ഒരു യൂണിഫോം ഒന്നും ഇസ്ലാമിൽ കാണാൻ കഴിയില്ല. മറിച്ച് അവരുടെ ഔറത്ത് പൂർണ്ണമായി മറയുന്ന, അവരുടെ ഉള്ളിലുള്ളത് പുറത്ത് കാണാത്ത, ശരീരത്തോട് ചേർന്ന് നിൽക്കാത്ത ഇങ്ങനെ ചില നിബന്ധനകൾ പാലിച്ചാൽ ഏത് വസ്ത്രവും ധരിക്കാവുന്ന രൂപത്തിൽ ഒരു സ്ത്രീക്ക് മുന്നോട്ട് പോകാം. ഇതിലൊന്നും ഒരു ശുഹ്റത്തിന്റെ വസ്ത്രം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഒരു പെരുമയുടെ വസ്ത്രം, എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയുള്ള വസ്ത്രം, അതൊരിക്കലും നമുക്ക് ചേർന്നതുമല്ല എന്ന കാര്യവും ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നമ്മുടെ സംസാരത്തിലും അത്തരത്തിൽ വിനയമുള്ളവരായി മാറാൻ നമുക്ക് കഴിയണം. നമ്മേക്കാൾ താഴ്ന്നവരോ ഉയർന്നവരോ ആയ ആരോടാണെങ്കിലും ഒന്ന് പുഞ്ചിരിച്ച് സലാം പറഞ്ഞ് അവരുള്ള പെരുമാറ്റത്തിൽ യാതൊരു നിലയ്ക്കുമുള്ള ഒരു ദേഷ്യമോ വികാരമോ വരാത്ത രൂപത്തിൽ, അത്തരത്തിലുള്ള ഒരു ദുർചിന്തയും വരാത്ത രൂപത്തിൽ സംസാരിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ സത്യത്തിന് കീഴൊതുങ്ങുന്നവരാവണം നമ്മൾ. സത്യമാണ് ഒരു കാര്യമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഞാൻ തീരുമാനിച്ചതാണ്, ഞാൻ പറഞ്ഞതാണ് എന്നൊരു ചിന്ത ഒരിക്കലും നമുക്ക് പാടില്ല. നമ്മൾ തീരുമാനിച്ചതെന്തോ, നമ്മൾ ചിന്തിക്കുന്നതെന്തോ അത് വേറൊന്നാണ്. മറിച്ച് അള്ളാഹു പറഞ്ഞ സത്യമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇബ്ലീസിന്റെ അവസ്ഥ നമുക്കറിയാം. എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഇബ്ലീസിനോട് അല്ലാഹു ആദം അലൈഹി സ്വലാമിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഖാല അന ഖൈറു മിൻഹു ഖലഖതനി മിൻ നാർ വഖലഖതഹു മിൻ തീൻ, ഞാനാണ് അവനേക്കാൾ ശ്രേഷ്ഠൻ. എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, അവനെ സൃഷ്ടിച്ചതോ അത് മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് മണ്ണിനേക്കാൾ ശ്രേഷ്ഠൻ തീയായതുകൊണ്ട് ഞാനാണ് ശ്രേഷ്ഠൻ എന്ന് ഇബ്ലീസാണ് പറയുന്നത്. ഏത് സദസ്സിലാ? മലക്കുകളുടെ സദസ്സിലാ പറയുന്നത്. മലക്കുകളെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? വെളിച്ചം കൊണ്ടാണ് മലക്കുകളെ സൃഷ്ടിച്ചത്. അതുപോലും തിരിച്ചറിയാതെ തീയിൽ നിന്നായതുകൊണ്ട് ഞാനാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞ് അഹങ്കരിച്ച ഇബ്ലീസിന്റെ അവസ്ഥ നമുക്കറിയാം. ഇന്നും ശാപം ലഭിക്കുന്ന ഒരു കൂട്ടം. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നടത്തത്തിലോ ഇരുത്തത്തിലോ സംസാരത്തിലോ ഇടപാടുകളിലോ ഒന്നും അത്തരത്തിൽ അഹങ്കാരത്തിൻ്റെതായി, താൻ പൊരിമയുടേതായി, ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത പോലും കടന്നു വരാതെ ഏറ്റവും ലാളിത്യമുള്ള ലളിതമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ സ്വഹാബിമാരും താബികളും ഒക്കെ ജീവിച്ച പോലെ അത്തരത്തിൽ വിനയത്തോടുകൂടി ജീവിക്കാൻ നമുക്കൊക്കെ സാധിക്കണം. കാരണം നമ്മളൊന്നും ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഹത്താ സുർത്തുമുൽ മഖാബിർ,
നിങ്ങളുടെ ഈ പെരുമയും പൊങ്ങച്ചൊക്കെ ഉണ്ടല്ലോ, അത് മക്ബറകൾ കാണുന്നത് വരെ, നിങ്ങൾ ഖബറിലേക്ക് എത്തുന്നത് വരെ, 2 മീസാൻ കല്ലുകൾക്കിടയിൽ നിങ്ങൾ അതിനടിയിൽ കഴിയുന്നത് വരെ, ആ ഇരുട്ടിന്റെ ലോകത്തേക്ക് പോകുന്നത് വരെ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒന്നും നിങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആനിലും കാണാൻ സാധിക്കും. അത്തരത്തിൽ ജീവിതത്തെ കുറച്ചുകൂടി സമ്പന്നമായി ഏറ്റവും അധികം ലാളിത്യത്തോടുകൂടി ജീവിക്കാൻ നമുക്കൊക്കെ സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ജീവിതത്തിൽ ഏത് നിമിഷവും കടന്നു വരാനുള്ള മരണത്തിന് മുമ്പ് കൃത്യമായി ഒരുങ്ങാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. അതല്ലാതെ ഞാനെന്തോ വലിയ സംഭവമാണെന്നും എനിക്ക് കിട്ടിയ നേട്ടങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ അത് കാലാകാലം നിലനിൽക്കുന്നതാണെന്നും ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനുള്ള യാതൊരു വകുപ്പുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ ശ്വസിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നമ്മുടെ രക്തം കൃത്യമായി ചലിക്കുന്നുണ്ട്. ആ രക്തം ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായി, ആ ഒരു ബ്ലോക്ക്, ഒരു ക്ലോട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് പോയാൽ ഹാർട്ട് അറ്റാക്കായി, അത് തലച്ചോറിലേക്ക് പോയാൽ സ്ട്രോക്കായി, കഴിഞ്ഞു. അതോടെ അത്രമേൽ നിസ്സഹായരാണ് നമ്മൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് നിമിഷവും കടന്നു വന്നേക്കാവുന്ന ആ മരണത്തിന് മുമ്പ് നന്നായി ഒരുങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അടുത്തൊരാഴ്ച, നമ്മുടെ അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് ഇൻഷാ അല്ലാഹ് ഇലക്ഷൻ വരികയാണ്. ഇലക്ഷനിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിന്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കൃത്യമായി അതിന്റെ ഭാഗമാവാൻ നമ്മൾ നിർബന്ധിതരാണ്. നമ്മുടെ നാട് അനുഭവിക്കുന്ന വ്യത്യസ്ത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ നമുക്ക് ഈ നാട് നിർണ്ണയിക്കുന്ന ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാനുള്ള ഒരു അവസരമാണ് ഇത്തരം തെരഞ്ഞെടുപ്പുകൾ. നമുക്ക് അരാഷ്ട്രീയമായ രാഷ്ട്രീയത്തോട് തീരെ മാറി നിൽക്കുന്ന ഒരവസ്ഥ ഒരു മുസ്ലിമിന് ചേർന്നതല്ല. എന്നാൽ ഇതേപോലെ തന്നെ രാഷ്ട്രീയ ജീർണതകൾക്കും അത്തരം അഴുക്കുചാലുകൾക്കും പോകാനും നമുക്ക് ചേർന്നൊരു രീതിയല്ല. മറിച്ച് സക്രിയമായി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയത്തിൽ നമ്മൾ കൂടെ ഉണ്ടാവണം. അതിന് തെരഞ്ഞെടുപ്പുകൾ വലിയ നിർണായകമായ പങ്കുകൾ വഹിക്കാറുണ്ട്. അതുകൊണ്ട് ദൈക്ഷണികമായി കൂടുതൽ ചിന്തിച്ച് നമ്മുടെ വോട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്താൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും വീട്ടിലൊക്കെ പ്രായമായ ആളുകളുണ്ടെങ്കിൽ അവരെല്ലാം വോട്ട് ചെയ്യാനൊക്കെയുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യണമെന്ന കാര്യം നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത 2 മാസക്കാലം നമുക്ക് കുട്ടികൾക്ക് അവധിക്കാലമാണ്. ആ അവധിക്കാലത്തെ അവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ ആവശ്യമായ ചില പദ്ധതികൾ കൂടി നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. ചില പാരന്റ്സ് ഒക്കെ ഇപ്പോഴും ചോദിക്കുക, നിങ്ങൾ പല അവധിക്കാല ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ടല്ലോ, 3 ദിവസത്തെ ക്യാമ്പ്, 5 ദിവസത്തെ ക്യാമ്പ്, ഇതൊക്കെ നടത്താറുണ്ടല്ലോ. ഈ 2 മാസം നീണ്ടു നിൽക്കുന്ന പോലെ ക്യാമ്പുകൾ നിങ്ങളുടെ അടുത്തുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ 2 മാസവും കുട്ടികളെ സഹിക്കാൻ പ്രയാസമായിട്ട് ഈ 2 മാസക്കാലം ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ബേജാറായി. ഫോണെങ്ങാനും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫുൾ സോഷ്യൽ മീഡിയയിലാണ്, റീലുകളുടെ ലോകത്താണ്, ഗെയിമുകളുടെ ലോകത്താണ്. അപ്പൊ എങ്ങനെയാണ് അവരെ തളച്ചിടുക എന്നുള്ള ഒരു ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ പ്രയാസപ്പെടുന്ന ചില രക്ഷിതാക്കളെ കാണാൻ സാധിക്കും. നമുക്ക് ചില പരിഹാരങ്ങൾ നിർണ്ണയിക്കാൻ സാധിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് അവരെ ചേർത്ത് നിർത്താൻ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് കുറേ പ്രശ്നങ്ങൾ ചുറ്റുമുണ്ട്. ലഹരിയുടെ പ്രശ്നങ്ങളുണ്ട്, ലൈംഗികമായ ആഭാസങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മുടെ മകൻ പോകാതെ, നമ്മുടെ മകൾ അതിൽ എത്തിപ്പെടാതെ എങ്ങനെയും കഴിച്ചിലായി കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നതിനപ്പുറം നമ്മൾ എന്നൊരു രക്ഷിതാവ് ആലോചിക്കേണ്ടത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ വെളിച്ചമാകാൻ, അവിടെ ഒരുപാട് കുട്ടികളെ ആ പ്രശ്നങ്ങളിൽ നിന്ന് തിരിച്ച് കരകയറ്റാൻ എന്റെ മകന് കഴിയുമെങ്കിൽ എന്ന രൂപത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഇമാമായി മാറാൻ എന്റെ മകനും മകൾക്കും കഴിയണം എന്ന ചിന്തയിൽ കുറച്ചുകൂടി ഉയർന്നു ചിന്തിക്കാൻ, അല്ലാതെ രക്ഷപ്പെടുക എന്നതല്ല, മറിച്ച് എല്ലാവർക്കും വെളിച്ചമേകുന്ന മകനും മകളുമായി അവർ മാറ്റണമെന്ന ചിന്തയായിരിക്കണം നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത്. അതിന് വലിയൊരു അവസരമാണ് വിസ്ഡം സ്റ്റുഡൻസിന്റെ ഒരു പ്രോഗ്രാം സമ്മർ ക്വസ്റ്റ് എന്ന പേരിൽ നടക്കുന്നുണ്ട്. ഇതിന് പുറത്ത് ഇൻഷാ അല്ലാഹ് നമസ്കാര ശേഷം നമുക്ക് നമ്മുടെ മക്കളെ 1 മുതൽ 7 വരെ ക്ലാസ്സിലെ കുട്ടികളെ അത്തരമൊരു ക്യാമ്പിലേക്ക്, ഒരു ഓൺലൈൻ ഓഫ്ലൈൻ മിക്സ് ആയിക്കൊണ്ടുള്ള ഒരു ക്യാമ്പിലേക്ക് നമ്മുടെയൊക്കെ വീടുകളിൽ ഇരുന്നുകൊണ്ട് അവരുടെ അവധിക്കാലത്തെ കൂടുതൽ ക്രിയേറ്റീവ് ആക്കാൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആ ഒരു പദ്ധതിയിലേക്ക് പീസ് റേഡിയോ എന്ന ആപ്പ് വഴി അവർ രജിസ്റ്റർ ചെയ്ത് അവർക്ക് ചെയ്യാനുള്ള എല്ലാം കുറെ ആക്ടിവിറ്റികളും നമസ്കാരവും നോമ്പും കുറച്ച് ക്രിയേറ്റീവായ അത്തരം സംഗതികളൊക്കെ ഓരോ ദിവസവും വ്യത്യസ്ത ആക്ടിവിറ്റികൾ ചെയ്യാനുള്ള രൂപത്തിൽ ക്രമീകരിച്ചുകൊണ്ട് 2 മാസക്കാലം അവരെ നന്മയിൽ പാക്ക് ചെയ്യുന്ന ഒരു സംരംഭം ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ മക്കളെ 1 മുതൽ 7 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ അതിൽ രജിസ്റ്റർ ചെയ്യുന്നുള്ള കാര്യം സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മഹത്തരമാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയൊക്കെ മാതൃക പിന്തുടർന്ന് അത്തരത്തിൽ ജീവിതം ക്രമീകരിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ കൂടുതൽ ചിട്ടയോടുകൂടി ജീവിപ്പിക്കാനും ഒരു മാതൃകായോഗ്യരായ രക്ഷിതാക്കളായി മാറുവാനും നമുക്ക് സാധിക്കണം.
അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ ഇപ്പോഴും മരണപ്പെട്ടു പോയ ഒരുപാട് മുൻഗാമികളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരുടെ ഖബറിനെ വിശാലമാക്കി നമ്മയും അവരെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും രോഗങ്ങൾ കൊണ്ടും വലിയ പ്രയാസങ്ങൾ കൊണ്ടും മാറാവ്യാധികൾ കൊണ്ടും കടങ്ങൾ കൊണ്ടുമൊക്കെ പ്രയാസപ്പെടുന്ന എത്രയോ അധികം ആളുകൾ, അവർക്ക് അള്ളാഹു ഉദവിയും തുറവിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും പ്രയാസം അനുഭവിക്കുന്ന, പ്രത്യേകിച്ചും GCC രാജ്യങ്ങളിലൊക്കെ ഒരു യുദ്ധത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ഒരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കത്തിന്റെ വാർത്തയടക്കം നമ്മൾ കേൾക്കുന്നുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ഉദവിയും തുറവിയും നൽകി നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المظلمين والحمد لله رب العالمين.